യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. തൽക്കാലം ഞാൻ നിങ്ങളെ സഹായിക്കാം. പലപ്പോഴായി നിങ്ങൾ കൊടുത്ത പണം എൻ്റെ അമ്മയുടെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അതെനിക്കറിയാം. അത് ഞാൻ എടുത്തു തരാം. പണം നഷ്ടപ്പെടുമ്പോൾ അമ്മ അച്ഛനെടുത്തെന്നേ വിചാരിക്കൂ. ദർശനയ്ക്കും അനിയത്തിക്കും ടൂറിന് പോവാൻ അച്ഛനെടുത്തുനിന്ന് കൂടി പറഞ്ഞ് ഫലിപ്പിച്ച പിന്നെ മൂപ്പരോടായിക്കോളൂ. ഉടനെ വേണം. ഇപ്പൊ തന്നെ പോയി എടുക്കാൻ പറ്റുമോ? എടുക്കാം. അതിനൊരു ഡബിൾ പ്ലേ കളിക്കേണ്ടി വരും. അമ്മയെ ഗിരിജ മേഡം പുറത്തേക്ക് വിളിക്കണം. അവിടെ നിന്ന് മാറ്റി തരണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വിഷ്ണു പോവല്ലേ? പോകാം, കേറിക്കോ. കേറി. അല്ലെങ്കിൽ എന്നാണ് ഗിരിജയുടെ പ്ലാനും പദ്ധതിയൊക്കെ കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞത്? അവളുടെ എല്ലാ നീക്കങ്ങളും എപ്പോഴും നല്ലത് തന്നെ. മറ്റാരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതിന് പറ്റിയ ആളുകളെ കണ്ടെത്തി നിയോഗിക്കാനും അവളും മിടുക്കി തന്നെ. പ്രത്യേകിച്ച് കാര്യം നടപ്പിലായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുചെന്ന് ചാർത്താനുമുള്ള കുറുക്കൻ ബുദ്ധി. അത് പ്രമാദം തന്നെ. അതിൻ്റെ അനുഭവസ്ഥൻ കൂടിയാണല്ലോ ഈ ഞാൻ. അവളുടെ പ്രഥമ ശത്രുവാണല്ലോ, അപ്രഖ്യാപിത ശത്രു. ഒടുവിൽ ചെയ്തു കൂട്ടുന്നതെല്ലാം ഞാനാണെന്ന് വരുത്തി തീർത്ത് ഒരു കൈകഴുകലും. അമ്പമ്പോ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷേ എല്ലാം നനഞ്ഞ പടക്കം പോലെ പൊട്ടാത്ത പടക്കം, പൊട്ടിക്കാത്ത കളിബോംബ്. പണം ഞാൻ തരും. പക്ഷേ ഒരൊറ്റ കാര്യം, രൂപേഷിന് ഒരപകടവും പറ്റരുത്. പിന്നെ ഞാൻ പണം തരുന്ന കാര്യം ഗിരിജയോ പവിത്രനോ അറിയരുത്. അത് ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തു തരാമെന്ന്. അതിന് അമ്മയെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ ഗിരിജ മേഡത്തെ കൊണ്ട് അമ്മയെ വിളിച്ച് പുറത്തിറക്കുന്നുമുണ്ട്. പിന്നെ പൈസ വീട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ അമ്മ അവിടെ ഉണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല? ഉണ്ടാവണമല്ലോ. കല്യാണ മാമാങ്കത്തിനിടയിൽ പലപ്പോഴും ഒരേ ചേരിയിൽ നിൽക്കുന്നവർ തമ്മിൽ പരസ്പരം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അനന്തരവള വീണ. കുഞ്ഞിലെ ഇട്ട പേര് പ്രവീണ എന്നാ. പ്രാവീണ്യം ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് ഇവളെ വെറും വീണയാക്കിയതാ. കട്ടയ്ക്ക് കൂടെ നിൽക്കും. വേണ്ടി വന്നാൽ കടത്തി വെട്ടുകയും ചെയ്യും. എനിക്ക് തരുണേട്ടനെ നേരത്തെ തന്നെ അറിയാം. പക്ഷെ അടുത്ത് നമ്മൾ സഹകരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്കൊരു ചേരാക്കളി അങ്ങ് കളിക്കാം. നമ്മൾ തമ്മിൽ അടുത്താലേ ഇര ചൂണ്ടയിൽ കൊത്താതെ ഇട്ടിട്ട് പോകും. നീ എന്താ പറയുന്നത് മനസ്സിലായില്ല. തരുണേട്ടന് കാര്യം മനസ്സിലായോ? അങ്കിൾ ഓൾഡ് 90s പപ്പരപ്പ വയലിൻ, ഹാർമോണിയം, ക്ലാർനെറ്റ് പാട്ട്. ഇത് ന്യൂജൻ. കൊത്തിച്ചുണ്ട് ഫ്യൂഷൻ. അടിപൊളി കീബോർഡിലെ ലൂഡാ ബഡാ പാട്ട്. പക്ഷേ
തരുണേട്ടൻ ന്യൂജനാണെന്ന് പറയുമെങ്കിലും ഹാർമോണിയം പോലെ സ്ലോയാ, ശ്രുതി മീട്ടിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുന്നേ. ഇത് ഞങ്ങള് പേടിക്കണ്ട. ശ്രേയ തൻകാര്യ സിദ്ധിക്ക് വേണ്ടി ട്യൂൺ ചെയ്ത് കൂടെ കൂട്ടുന്നു. ശ്രേയയുടെ വിചാരേ തരുണേട്ടനൊരു മണ്ടനാ, കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ മിടുക്കനാ. കൂടെ നിർത്തിയാലേ അവളുടെ അമ്മ ഗിരിജാന്റിയെ പോലെ ഒരു മിനി മാഫിയ ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെയാ. തരുണേട്ടൻ തിരിച്ചാ. പൂത്ത കാശല്ലേ മരുവത്തൂരില്. ദർശന വഴി ഒരു ഷോർട്ട് കട്ട് നോക്കി, അത് നടന്നില്ല. അഞ്ജന വഴി ഓവർടേക്ക് ചെയ്താലോന്ന് ഒരു ശ്രമം നടത്തി. അതും അങ്ങോട്ട് വർക്കൗട്ട് ആകാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ശ്രേയ ഇങ്ങോട്ട് വന്ന് ലൈൻ കൊടുത്തത്. അത് ചില ഫ്യൂസ് പോയിന്റുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ 2-way കണക്ഷൻ. അതങ്ങോട്ട് പോരാ. പ്രേമത്തിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതാണ് കുഴപ്പം. വെറുതെ അല്ല മുറപ്പെണ്ണുങ്ങളുടെ മുന്നിൽ ചീറ്റി പോയത്. അതൊക്കെ 70s ട്രെൻഡാ. വില്ലനോടും വീരാരാധന തോന്നുന്നൊരു കാലം. ഇപ്പൊ കണക്ഷൻ കൊടുക്കുന്നതേ സ്ലോ ആയിട്ടാ, മേതുവാ. സ്ലോ ആയിട്ട് കൊത്തിക്കഴിഞ്ഞ പിന്നെ പിടി മുറുക്കി കൈപ്പൂട്ടിൽ ഒതുക്കിയിരിക്കണം. കാശൊക്കെ വേണ്ടുവോളുണ്ട്, സ്വത്തുക്കളും ഉണ്ട്. ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെന്റ് ഒന്ന് മാറ്റിപ്പിടി. തരുൺ ചേട്ടൻ പറഞ്ഞാൽ ആടുന്ന ഒരു ബൊമ്മയാകണം ശ്രേയ. അതൊക്കെ എപ്പോഴേ ആയി കഴിഞ്ഞു. അങ്ങനെ ശ്രേയ അത്രയ്ക്കങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവളുടെ മനസ്സിലിപ്പോ തരുണേട്ടനെ അവളൊരു ബൊമ്മയാക്കി കളിപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. ഇപ്പൊ തരുണേട്ടനോട് ശ്രേയ നേരിട്ട് തന്നെ കാശ് ചോദിക്കണമെങ്കിൽ അതിലൊരു തിരികെ കേറ്റലില്ലേ? നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം, പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാൻ പാടുള്ളൂ. പണം വാങ്ങി കാലുമാറി എന്നെ ചതിക്കാമെന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ യതി ആരാണെന്ന് നീ ശരിക്കും അറിയും. അയ്യോ, എന്നെ വിശ്വസിക്കാം. വീണേ, ആ കറക്റ്റ് അല്ലേ? ശരി. ചിറ്റപ്പന് തമാശ പറയാൻ പോകുന്നെന്ന് പറയാത്ത എന്താ? ഞങ്ങളും ചിരിക്കുമായിരുന്നു. നല്ല ചൂട് ചപ്പാത്തിയാ. അല്ല, എടുത്ത് ഇതുവരെയൊന്നും കഴിച്ചു തുടങ്ങിയില്ലേ? ആദ്യം ഇട്ട ചപ്പാത്തി അതുപോലെ ഇരിപ്പുണ്ടല്ലോ. എടുത്തി എന്തു പറ്റി? മക്കളെ കുറിച്ച് ഓർത്തതാണോ? അവരവിടെ വളരെ ഹാപ്പി ആയിട്ട് ചുറ്റിയടിക്കുന്നു എടുത്തേന്നല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്? ദർശന എന്നെയും വിളിച്ചിരുന്നു. ഏട്ടത്തി പറഞ്ഞ പോലെ തന്നെ അവരവിടെ വലിയ സന്തോഷത്തിലാണെന്നാ പറഞ്ഞത്. പിന്നെ എന്താ ഏട്ടത്തിക്ക്? ഒന്നുമില്ല ഗീതമ്മേ, എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല.
ആ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. എടുത്ത് കഴിക്കെടുത്തി. ഇന്നാണെങ്കി ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല.